ഹലോ നമസ്കാരം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സീരീസിൻ്റെ ഒരു അനാലിസിസ് നടത്താനാണ് ഈ വീഡിയോ കേട്ടോ. കമ്പാരിറ്റീവ്ലി വലിയ കുഴപ്പമില്ലാത്തൊരു വീഡിയോ ആയിരുന്നു, ഒരു എക്സാം ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. 40 മാർക്ക് ഒരു 1 മണിക്കൂർ കൊണ്ട് സുഖമായിട്ട് എഴുതാൻ പറ്റുന്നതായിരുന്നു. നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് കേട്ടോ. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് വീഡിയോ ഇട്ട ക്വസ്റ്റ്യൻസ് ഞാൻ വീണ്ടും രണ്ടാമത് പറയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് പറയാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഗിവ് ഫോർമൽ ഡെഫിനേഷൻ ഓഫ് NFA വിത്ത് എക്സാമ്പിൾ. അത് ശ്രദ്ധിക്കേണ്ട 5 മാർക്കിൻ്റെയാണ്. 5 മാർക്കിൻ്റെ എക്സാമാണ്. ആ 5 മാർക്കിൻ്റെ എക്സാം നമ്മൾ ആണ് ചോദിച്ചേക്കുന്നത് വിത്ത് എക്സാമ്പിളാണ്. എക്സാമ്പിളിൽ എന്തായാലും ഡിവിഷൻ ഉണ്ടാകും. ഓക്കെ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ആർഭാടം പറയാനൊന്നും പോകുന്നു വേണ്ട. നിങ്ങൾ ജസ്റ്റ് ബേസിക്കലി അതിൻ്റെ ഫോർമൽ ഡെഫിനേഷൻ. അപ്പോൾ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? NFA അല്ലെങ്കിൽ നോൺ ഡിറ്റർമിനിസ്റ്റിക് കോൺട്രാക്റ്റ് ഡാറ്റ ഈസ് ഫോർമലി ഡിഫൈൻഡ് ആസ് എ 5 tuple. ശരിയല്ലേ? ഫോർമലി ഡിഫൈൻഡ് ആസ് എ 5 tuple. അറിയില്ല? അതെങ്ങനെയാണ്? എന്നിട്ട് M ഈക്വൽ ടു, ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അതിനകത്ത് കൊണ്ടുപോയിട്ട് ബ്രേസ് ഇടരുത് എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇതാണ് നമ്മുടെ കാര്യം. Q, പിന്നെ നമ്മുടെ സിഗ്മ എന്നുള്ള സിമ്പിൾ ഇപ്പോൾ അവിടെ തരും. നിങ്ങൾക്ക് അറിയാമല്ലോ സിഗ്മ എന്നുള്ള സിമ്പിൾ എന്താണോ അത്. ഞാനിവിടെ എഴുതുന്നില്ല. സിഗ്മ, പിന്നെ ഡെൽറ്റ, പിന്നെ Q0, പിന്നെന്താ A. എന്നിട്ട് വിത്ത് Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫൈനൈറ്റ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് അല്ലേ? ഫൈനൈറ്റ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ്. പിന്നെ അടുത്തത് എന്താണോ സിഗ്മൻ്റെ സിമ്പിൾ എന്താണോ അതെന്ത് സംഭവം? ഇൻപുട്ട് ആൽഫബറ്റ്. അങ്ങനെ മനസ്സിലായില്ലേ? ആൽഫബറ്റ്. പിന്നെ അങ്ങനെ ഓരോന്നോരോന്ന് അങ്ങനെ തീർന്ന് ലാസ്റ്റ് A എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് ഓഫ് ഫൈനൽ അല്ലെങ്കിൽ ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റ്സ്. ഏതെങ്കിലും എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റ്സ്. ഇതാണ് ആദ്യത്തെ ഫോർമൽ ഡെഫിനേഷൻ ചോദിച്ചാൽ. ഇനി വേണമെങ്കിൽ എന്നുള്ളവർക്ക് നിങ്ങൾക്ക് എഴുതാം NFAക്കകത്ത് മോർ ദാൻ 1 ട്രാൻസിഷൻസ് ഉണ്ടാവും, അങ്ങോട്ടുണ്ടാവും എന്നൊക്കെ പറയാം. ഈ ഡെൽറ്റ പറയുന്ന സമയത്ത് ട്രാൻസിഷൻ ഫംഗ്ഷൻസ് എഴുതാൻ മറക്കരുത്. ഡെൽറ്റ ഇസ് ദി ഇൻപുട്ട് ട്രാൻസിഷൻ ഫംഗ്ഷൻ വിച്ച് മാച്ച് ഫ്രം എങ്ങനെയാ? Q ക്രോസ്, അങ്ങനെയല്ലേ? Q ക്രോസ് സിഗ്മ. സിഗ്മയുടെ സിമ്പിൾ ഇതിലിടാൻ കുഴപ്പമൊന്നുമില്ല എന്നുണ്ട്. ഞാൻ നോക്കട്ടെ സിഗ്മയുടെ സിമ്പിൾ ഇതിലിടാൻ വല്ല നിർത്തിയുണ്ടോ. ഇവിടെ ഉണ്ട്. Q ക്രോസ് സിഗ്മ ടു എങ്ങനെയാണ്? 2 raised to Q അല്ലേ? 2 raised to Q. 2Q അല്ല, 2 raised to Q. 2 raised to Q. ഇത് പ്രത്യേകിച്ച് പറയണം. ഇതാണ് ഇതിൻ്റെ ട്രാൻസിഷൻ ഫംഗ്ഷൻ എന്ന് പറയണം. പിന്നെ ഒരു കാര്യം കൂടെ പറയണം. എന്താ? NFAക്ക് ലാസ്റ്റ് ഇൻഫോർമലി നമുക്ക് പറയാം NFAക്കകത്ത് മോർ ദാൻ 1 സ്റ്റേറ്റ്സ് പറ്റും, or more than 1 transition for a same input symbol പറ്റും. And it is not necessary there should be always 1 transition for 1 input symbol. അങ്ങനെ അതൊക്കെ പറയാം. അതിനുശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു NFAയുടെ എക്സാമ്പിൾ പറയാം കേട്ടോ. പിന്നെ പ്ലസ് എക്സാമ്പിൾ വരയ്ക്കുമ്പോൾ NFA ഉള്ള ഒരു എക്സാമ്പിൾ കൂടെ വരയ്ക്കും. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിലൂടെ നമ്മൾ ഇത്രയും ഉദ്ദേശിച്ചത്. മൊത്തത്തിൽ എഴുതാൻ ഇത്ര സ്ഥലം വരും, അത്രേ ഉള്ളൂ. 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ. മൊത്തത്തിൽ എഴുതാൻ ആ 5 മാർക്കിൻ്റെ കണ്ടന്റ് മാത്രം എഴുതി വാരി വലിച്ച് ഒന്നും എഴുതേണ്ട കാര്യമില്ല. ശരി. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റൻഡഡ് ട്രാൻസിഷൻ ഫംഗ്ഷൻ ആണ് എപ്സിലോൺ NFA വിത്ത് എക്സാമ്പിൾ. എന്താ ഈ വിത്ത് എക്സാമ്പിൾ എന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യാം? എപ്സിലോൺ NFA എന്താണെന്ന് എഴുതാം. എന്താണ് എപ്സിലോൺ NFA? എപ്സിലോൺ ട്രാൻസിഷൻസ് ഉള്ള NFA ആണ് അല്ലേ? അതിന്റെ ഡെഫിനേഷൻ ഒന്നും നമ്മളോട് ചോദിച്ചിട്ടില്ല, നമ്മൾ എഴുതാനും പോണ്ട. എക്സ്റ്റൻഡഡ് ട്രാൻസിഷൻ ഫംഗ്ഷൻ 5 മാർക്കിന് ആയതുകൊണ്ടും എക്സാമ്പിൾ ഉള്ളത് കൊണ്ടും, എക്സാമ്പിളിൽ 2 മാർക്കൊക്കെ ആയാൽ തന്നെ, എക്സാമ്പിളിൽ ഇപ്പോൾ മാർക്ക് ഉണ്ടെങ്കിലും എക്സാമ്പിൾ കാണിക്കാനുള്ളത് കൊണ്ട് എക്സ്റ്റൻഡഡ് ട്രാൻസിഷൻ ഫംഗ്ഷൻ ഒരുപാട് വലുതാക്കി വാരി വലിച്ച് എഴുതണ്ട. മനസ്സിലായില്ലേ? നമ്മൾ ഈ കാര്യം മാത്രം എഴുതിയാൽ മതി. എന്താ? ഫോർ കാണിക്കുന്ന സമയത്ത് വി കൺസിഡർ എപ്സിലോൺ ട്രാൻസിഷൻ in each അല്ലേ? in each step of progression to the string അല്ലേ? ആ സ്റ്റെപ്പിന്റെ സ്ട്രിങ്ങിന്റെ ഓരോ പ്രോഗ്രഷൻ അത് കാണിക്കും. ഈ ഒരു പോയിന്റ് എഴുതി വയ്ക്കുക, ട്രാൻസിഷൻ കേട്ടോ. അത് എഴുതി വെക്കുക. പിന്നെ നിങ്ങൾ എഴുതേണ്ട കേസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്റ്റെപ്പിലെ ട്രാൻസിഷനിൽ എന്താ പറയുക, എപ്സിലോൺ കൺസിഡർ ചെയ്യും. പിന്നെ നമ്മുടെ യൂഷ്വൽ ഉണ്ടല്ലോ, ഇറ്റ് ഈസ് ദ എന്താ നമ്മൾ അതിന്റെ ഇത് എഴുതുന്ന എക്സ്റ്റൻഡഡ് ട്രാൻസിഷൻ ഫംഗ്ഷൻ ഈസ് ദ പോസിബിൾ സ്റ്റേറ്റ്സ് റീച്ച്ഡ്
possible states, possible states അല്ലെങ്കിൽ possible set of states അല്ലേ, possible set of states reached from starting state by applying a അപ്പോൾ നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻ, എക്സ്റ്റൻഡഡ് ട്രാൻസിഷൻ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറയുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ പോസിബിൾ സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് റീച്ച്ഡ് ഫ്രം സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് ത്രൂ എ പാത്ത് അല്ലെങ്കിൽ along a path whose labels when concatenated forms the string W. ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അതായത് അപ്പോൾ ഇതാണ് നമ്മൾ അതിൽ എഴുതി വെക്കേണ്ട ഒരു സെന്റൻസ്. ഇൻഫോർമൽ ആയിട്ട് നമ്മൾ എഴുതി വെക്കേണ്ട സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞാണ്. അപ്പോൾ ഇത് നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യം അറിയാതെ മനസ്സിലാവും. പിന്നെ മറ്റേ യൂണിയന്റെ ഒരു ഡെഫിനേഷൻ ഇല്ലേ, ഞാൻ ഇപ്പോൾ ഇവിടെ സിമ്പിൾസ് ഇൻസേർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ എഴുതില്ല, അത് നിങ്ങൾ എഴുതി വെക്കാം. ഈ ക്ലോഷർ ഓഫ് യൂണിയൻ ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ളത് എഴുതി വെക്കാം. ഇതാണ് ഈ രണ്ട് കേസുകളാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, എപ്സിലോൺ ക്ലോഷർ എടുത്ത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു എപ്സിലോൺ NFA വരയ്ക്കാം. എന്നിട്ട് ആ എപ്സിലോൺ NFAയിൽ ഏതെങ്കിലും ഒരു സ്ട്രിങ് കൊടുത്താൽ എവിടേക്ക് പോകുന്നു കാണിക്കുക, എത്ര ഉള്ളൂ. ഇതാണ് 5 മാർക്കിന് ചോദിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ പറയാം. തേർഡ് ക്വസ്റ്റ്യൻ നമ്മുടെ പ്രോബ്ലം ആണ്. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൺസ്ട്രക്ട് എ DFA ഫോർ ലാംഗ്വേജ് W such that W is an element of sigma star. ഇനി ശ്രദ്ധിക്കുക കേട്ടോ. നമ്പർ ഓഫ് A's in the W and number of B's in the W is even and number of C in the W is even. അങ്ങനെ പറഞ്ഞാൽ എന്താ, നമ്മുടെ സ്ട്രിങ്ങിൽ 3 എലമെന്റ്സ് ഉണ്ട്. ഇത്രയും കാലം നമ്മൾ Aയും Bയും പറഞ്ഞത്, അങ്ങനെയൊക്കെയല്ലേ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മുടെ സിഗ്മ എന്താ, ABC ആണ്. അപ്പൊ Aയും Bയും Cയും വെച്ചിട്ടുള്ള സ്ട്രിങ്ങുകൾ എടുത്താൽ അതിൽ Aയുടെ എണ്ണവും Bയുടെ എണ്ണവും ഈവനും Cയുടെ എണ്ണം ഓടുമായിട്ടുള്ള സ്ട്രിങ്ങുകൾ മാത്രം ആക്സെപ്റ്റ് ചെയ്യാനാണ്. അപ്പൊ നിങ്ങളുടെ ഞാൻ ഇതിന് മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, 2 എണ്ണം വെച്ചിട്ടുള്ളത് ഓഡ് ഓർ ഈവൻ എന്ന് പറഞ്ഞിട്ട് അതിന്റെ കുറച്ച് എക്സ്റ്റെൻഡഡ് സാധനം ചോദിക്കും. നിങ്ങൾക്ക് ഒരു ഇത്തിരിയെങ്കിലും അത് നിങ്ങൾ അപ്ലൈ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ പറഞ്ഞ സാധനം ചെയ്തത്. അത് നിങ്ങൾ എന്താ ചെയ്യാനെന്ന് എനിക്കറിയില്ല. അപ്പൊ നമുക്ക് എടുത്തു നോക്കാം. നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓട് ഒരു 2 Aയും Bയും മാത്രമാകുമ്പോൾ ഓട് ഈവൻ ഓട് ഈവൻ ഇങ്ങനെ 4 കേസല്ലേ. ഇവിടെ 3 എണ്ണം വരുന്ന സമയത്ത് നമുക്ക് എത്ര സ്റ്റേറ്റ് ഉണ്ടാവും നിങ്ങൾ ആലോചിക്കുക. ഇതൊരു സ്റ്റേറ്റ്. അപ്പൊ അതിന് ഞാനൊരു പേരിടാം, ഈവൻ. സ്റ്റേറ്റിന്റെ പേര് Q0 ആവണം നിർബന്ധമില്ല, വേണം നമുക്ക് ലാസ്റ്റ് വരയ്ക്കാം. ഈവൻ. ഓക്കെ, ഇത് സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് ആവാൻ വേണ്ടി ഞാൻ ഒരു ആരോ വരച്ചിട്ടുണ്ട്. ശരി, ഈവൻ. ശരി, ഇനി അടുത്ത സ്റ്റേറ്റ് വേറൊരെണ്ണം വരയ്ക്കുകയാണ്. ഇതിന് ഞാൻ പേരിടുകയാണ്. അപ്പൊ ഞാൻ പറയാം, ഞാൻ ഇവിടെ നിന്നൊരു ട്രാൻസിഷൻ വരയ്ക്കാം. ശ്രദ്ധിക്കും, ഞാൻ A ആണ് കൊടുക്കുന്നത്. ഇവിടെ A കൊടുത്താൽ എന്തായി, ഇവിടെ 3 സ്ട്രിങ്ങും എല്ലാം 0 ആണ്, നൾ സ്ട്രിങ് ആണ്. അതായത് Aയുടെ എണ്ണവും Bയുടെ എണ്ണവും Cയുടെ എണ്ണവും 0. ശരിയല്ലേ? അപ്പൊ അതിനകത്ത് നിന്ന് ഒരു A വന്നാൽ എന്തായി, ഒരു A വന്നാൽ Aയുടെ എണ്ണം ഓടും, Bയുടെ എണ്ണം ഈവൻ, Cയുടെ എണ്ണം ഈവൻ. ശരിയല്ലേ? സംശയമൊന്നുമില്ലല്ലോ. ശരി, ഇനി അതാണ് ഒരു കേസ്. അപ്പോൾ ഒരു A വന്നപ്പോൾ OEE ആണ്. ഇനി നമുക്ക് B വരുന്ന എങ്ങനെ നോക്കാം. ഇതാണ് B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ മീൻ ചെയ്യുന്നത്, A 3 ഈവൺ ആവുന്ന കേസിൽ നിന്ന് ഒരു വരികയാണ്. അങ്ങനെ പറഞ്ഞാൽ എന്താ മീൻ,
So even, odd, even. If it is input symbol is B, then B becomes odd and the others remains in the even. And നമുക്ക് തന്നെ ഒന്നിങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റിയെടുക്കാം കേട്ടോ. And what about C? C ഞാനിവിടെ വരയ്ക്കാം. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C become odd and others become even. സോ ഇത് C വന്നു കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ. ഓക്കെ, അപ്പോൾ ഈ 3 കണ്ടീഷനിലാണല്ലോ എന്തായാലും വരാൻ സാധ്യത. ഇനി നമുക്ക് എന്ത് പറയാം? ഓഡ് ഈവൺ ഈവണിൽ ഒരു എ വന്നാൽ എന്ത് സംഭവിക്കും? ഈ എ എന്ത് വരും? തിരിച്ചിങ്ങോട്ട് വരും അല്ലേ? അപ്പോൾ എനിക്കിത് ഇപ്പം തന്നെ നേരത്തെ വരച്ചതിൻ്റെ അതേ സാധനം തന്നെയാണ് ഞാൻ ഇവിടെ തിരിച്ചും വരയ്ക്കുന്നത്. ഇവിടെ ഇങ്ങോട്ട് വരക്കുന്നു, എന്നിട്ട് തന്നെ തിരിച്ചും അതുപോലെ തന്നെയാണ് ആണല്ലോ. സോ എ അങ്ങോട്ടും എ ഇങ്ങോട്ടും അതേപോലെ തന്നെ ആയിരിക്കും ഇവിടെ. ശരിയാണല്ലോ. സി അങ്ങോട്ടും സി ഇങ്ങോട്ടും. സോ വി കാൻ ഫിക്സ് ദാറ്റ്. ഇനി ഇത് നമുക്ക് അതുപോലെ തന്നെ ആയിരിക്കും. ബി ഇങ്ങോട്ടും തിരിച്ച് ബി അങ്ങോട്ടും. സോ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് സോ ആദ്യത്തെ ഇൻപുട്ടിൻ്റെ കാര്യമാണ്. ഇനി ഞാൻ ചോദിക്കുന്നതോട് ഇതെല്ലാം ഇങ്ങോട്ട് ഇറക്കണം. ആൻഡ് വാട്ട് അബൌട്ട് ഒരു ഇനി ഓരോ സ്റ്റേറ്റിനും ട്രാൻസിഷൻ ചെയ്തതിന് നമ്മുടെ പണി കഴിയും. ഒ ഇ എന്ന് പറയുന്ന സ്റ്റേജിൽ ഒരു എ വന്നാൽ ഞാൻ വരച്ചു, ബി വന്നാൽ എന്താവും? ഓൾറെഡി ഓടാണ്, ഈ ഈവൺ ഓടാവും. അതെ, അപ്പം എന്തായി സ്റ്റേറ്റായി മാറും? ഒ ഇ ആവും. സോ ഞാൻ പുതിയൊരെണ്ണം വരയ്ക്കുന്നു, ഒ ഇ. ശരിയല്ലേ? അപ്പോൾ എന്ത് വരും? ഇവിടെ നിന്ന് ഇത് ഓൾറെഡി ഓടും മറ്റേ രണ്ട് ഈവനുമാണ്. എ ഓടും ബി മറ്റേ രണ്ട് ഈവനുമാണ്. അവിടെ നിന്ന് വീണ്ടും ഒരു ബി ആണ് വരുന്നതെങ്കിൽ അതെന്തായി മാറി? അതിന് ഓടായി മാറി. ശരിയല്ലേ? റെഡി. അപ്പോൾ ഞാൻ അതിന് വരയ്ക്കുന്നു. അപ്പോൾ അത് വരയ്ക്കുമ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ തിരിച്ചുള്ള ആരോയും വരയ്ക്കാം. എന്തായിരിക്കും വരിക? അതിന് വന്നിട്ട് വീണ്ടും ബി വന്നാൽ തിരിച്ച് എങ്ങോട്ടാണ് മാറും അല്ലേ? ഒയിലൊരു ബി വന്നാൽ അത് തിരിച്ച് ഈ ബി ഈവണായി മാറും. ശരി, അത് കഴിഞ്ഞു. ഇനി ഇവിടുത്തെ എന്താ അവസ്ഥ? ഇ ഒ. അതായത് ഇതിൽ അപ്പോൾ ഇതിലൊരു ബിൻ്റെ ആണ് ഇപ്പോൾ വരച്ച്. ഇനി ഇതിലൊരു സി വന്ന എന്തായിരിക്കും അവസ്ഥ നോക്കട്ടെ. ഇതിലൊരു സി വന്ന എന്തായിരിക്കും അവസ്ഥ നമുക്ക് നോക്കാം. ഇതിലൊരു സി വന്നാൽ ഒ ഇ ഒ ആവും. ശരിയല്ലേ? ഞാൻ വരയ്ക്കാം. ഒ ഇ ഒ. ഒ ഇ ഒ നമ്മൾ വരയ്ക്കുന്നു. ഇനി ഇത് നമ്മൾ സി വന്നപ്പോഴാണ്. അപ്പോൾ ഞാനതിന് ഏത് വിടുന്നു? സി ഇങ്ങോട്ട് ഇടുന്നു. അപ്പോൾ ഉറപ്പായും സി എങ്ങോട്ടുണ്ട്? സി അങ്ങോട്ടുണ്ട്. അപ്പോൾ നമ്മൾ സി അങ്ങോട്ട്. ഓക്കെ. സോ ഈ കണ്ടീഷനാണ് ഇതിന് വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ എ ഇങ്ങോട്ട് സെറ്റ് ചെയ്തു, ബി ഇങ്ങോട്ട് സെറ്റ് ചെയ്തു, സി ഇങ്ങോട്ട് സെറ്റ് ചെയ്തു. ശരിയല്ലേ? ഇതിൽ ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. ഒ ഇ ഒ ഇ എല്ലാ കണ്ടീഷനും. ഇനി ഞാൻ ചോദിക്കട്ടെ. അപ്പോൾ 3, 3, 6 എന്തായാലും രണ്ടെണ്ണം കൂടെ നമുക്ക് വരയ്ക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് നോക്കാം. വാട്ട് അബൌട്ട് ഒ ഇക്ക്
അപ്പോൾ ഇത് രണ്ടുമല്ലേ പുതിയ വരച്ച. ഇനി ഇതിന് നോക്കാം. ഇതിനിപ്പോൾ ഞാൻ വരച്ചേക്കുന്നത് സി മാത്രമേ വരച്ചിട്ടുള്ളൂ. ഓക്കെ, ഇതിന് ഏതൊക്കെ വരയ്ക്കണം? ബിയും എയും വരയ്ക്കണം. ശരി, ഇതിന് ബി വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഇതിന് ബി വന്നു കഴിഞ്ഞാൽ എയുടെ എണ്ണം ഈവൺ, ബിയുടെ എണ്ണം ഓട്, സീറോ ആണ്. അവസാനം 2 ഓ വരുന്നത്. അങ്ങനെ ഒരെണ്ണം നമ്മൾ വരച്ചിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഇ ഒ എന്ന് പറയുന്നിടത്ത് ബി വന്നു കഴിഞ്ഞാൽ ഇ ഒ ഒ ആയിട്ട് മാറും. ഓക്കെ, ഇങ്ങോട്ട് വരയ്ക്കുന്നു. ബി വന്നപ്പോൾ ഇങ്ങോട്ട്, തിരിച്ചും ബി വന്നപ്പോൾ ഓപ്പോസിറ്റ്. സോ ഇ ഒ ആയി മാറും. ഓക്കെ, ഇനിയിപ്പോൾ ഇതിനകത്ത് സിൻ്റെയും ബിൻ്റെയും ഇതിനകത്ത് എ വന്ന എന്താവും? ഇതിന് എ വന്ന എന്തായിട്ടാണ് മാറുന്നത്? ഒ ഇ ഒ ആയിട്ടാണ് മാറുക അല്ലേ? ഇത് രണ്ടും ഈവണും ഒരു ഓടുമാണ്. ഇത് ഒരെണ്ണം മാറിക്കഴിഞ്ഞാൽ ഇത് ഒ ഇ ആണ്. അപ്പോൾ ഒ ഇ എനിക്ക് ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഞാനിനി വേറെ എണ്ണം വരയ്ക്കേണ്ട കാര്യമില്ല, ഇതിപ്പോൾ അല്ലേ? അപ്പോൾ ഞാനെനിക്ക് എന്ത് വരയ്ക്കാം? ഇവിടുന്ന് നേരെ ഇങ്ങോട്ടൊരു എ വരയ്ക്കാം. ഞാൻ പറഞ്ഞത് ശരിയാണോ നോക്കുക. 2 ഈവണും ഒരു ഓടും. ഇതിൽ എ, ഇവിടുന്ന് ഒരു എ വന്നാൽ അർത്ഥം എന്താ? ഒരു എ ഓട്, ബി ഈവൺ, സി ഓട്. അതാണ് ഇത്. അപ്പോൾ അതിന് എക്ക് ഞാൻ എങ്ങോട്ട് ട്രാൻസിഷൻ വരച്ചു? ഇങ്ങോട്ട് വരയ്ക്കുന്ന കൂടെ തന്നെ അതിനുള്ള റിവേഴ്സും വരച്ചോണം. റിവേഴ്സും വരച്ചോ. ശരി, അപ്പോൾ ഇത്രയും കഴിഞ്ഞു. ഇപ്പോൾ എന്തായി? ഇപ്പോൾ ഇതിൻ്റെ എല്ലാ ട്രാൻസിഷനും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ പഠിക്കാം. ഇ ഒ ഇ ഇവിടെ ഇത് നിൽക്കാം. ഇതിന് ഇനിയൊരു ബി ആണ് എഴുതിയിട്ടുള്ളത്. സി വന്ന എന്താവും അവസ്ഥ? ഇതിനൊരു സി വന്നു കഴിഞ്ഞാൽ ആദ്യം എ നോക്കാം. അത് ഒ ഒ ഇ ആയി മാറും. ഇ ഒ ഇക്ക് ഒരു എ വന്നു കഴിഞ്ഞാൽ ഒ ഒ ഇ ആവും. അങ്ങനെ ഒരെണ്ണം ഉണ്ടോ അവിടെ ഒരിക്കലും? ഒ ഒ ഇ ഇവിടെ കാണാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് ഇവിടുന്ന് ഇവിടേക്ക് വരയ്ക്കാം. ഇവിടെ നിന്ന് ഒരു എ വന്നാൽ അത് ഒ ഒ ഇ ആണ്. ശരിയാണല്ലോ? ഞാനത് ഇവിടെ നിന്ന് വരയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ തന്നെ പക്ഷെ ഞാൻ തിരിച്ചും വരയ്ക്കണം കേട്ടോ. അതും എ തന്നെയാണ്. അപ്പോൾ അതും ഞാൻ എന്ത് ചെയ്തു? ഇത് കേട്ടോ, ഒരു ഭംഗിക്ക് രണ്ടും. ഓക്കെ, ശ്രദ്ധിക്കുക. ഇ ഒ എ ഇയിൽ, അതായത് എയും സി ഈവൺ, ബി ഓടായിരുന്നു. അപ്പോഴാണ് ഞാൻ പറയുന്നത് എ വന്നാൽ എന്താ സംഭവിക്കുക? അപ്പോൾ എയും ഓടായി മാറും. അപ്പോൾ ഒ ഒ ഇ ആവും. അതാണ് ഇവിടെ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി എയും ബിയും കഴിഞ്ഞു. ഇനി ഇതിന് ഈ സ്റ്റേറ്റ് ഒരു സി വന്നാലോ? സി വന്നാൽ അത് ഇ ഒ ഒ ആവും മാറും. ഇ ഒ ഒ ഉണ്ടോ? ദേ ഇ ഒ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിന് സി അങ്ങോട്ട് വരയ്ക്കും. ഓക്കെ, അപ്പോൾ അതിന് ഓപ്പോസിറ്റ് എ അല്ല, അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള സിയോ? അത് എൻ്റെ കൂടെ തന്നെ വരയ്ക്കും. സി ആണ്. റെഡി. അപ്പോൾ ഇതിന് ഈ ഒന്നിനും ഈ 3 വരച്ച് കഴിഞ്ഞു. ഇനി നോക്കാം, ഇതിനിപ്പോൾ ഏതെല്ലാം ട്രാൻസിഷനായി? ഇതിനൊന്ന് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിന് ബി ട്രാൻസിഷൻ എ, ഇതിന് സി ആണ് വേണ്ടത്. ഒ ഒ ഇക്ക് സി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? 3 ഓ ഉള്ള സ്റ്റേറ്റിലേക്ക് പോകും. ശരിയാണോ? 3 ഓ ഉള്ള സ്റ്റേറ്റ് ഞാനിതുവരെ വരച്ചില്ലല്ലോ.
ഇല്ല. അപ്പോൾ 3 ഓയിലൊരു സ്റ്റേറ്റ് ഞാൻ വരയ്ക്കാനുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വരയ്ക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് നീട്ടുന്നുണ്ട് കേട്ടോ. നീട്ടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ അറിയാം, ഇതിനൊന്നും മാറ്റങ്ങളൊന്നുമില്ല. റൈറ്റ്. ചെറുതാക്കാന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഞാൻ എന്ത് ഓ ഇവിടെ വരയ്ക്കരുത്, ഇവിടെ വരയ്ക്കാൻ സാധനമില്ല. ഓ എന്ന് പറയുന്ന സാധനം ഇവിടെ വരും. 3 ഇതിന് എവിടെ നിന്നായിരിക്കും? ഇവിടെ നിന്നൊരു സി വന്നാലാണ് ഇത് എങ്ങോട്ട് പോകുന്നത്. ഇവിടെ നിന്നൊരു സി വന്നാൽ ഇത് ഇങ്ങോട്ടും, സി വന്നാൽ അപ്പോൾ ഒബ്വിയസ്ലി തിരിച്ച് സി വന്നാൽ അങ്ങോട്ടും ആയിരിക്കും. ഇനി അടുത്ത ഇത് കഴിഞ്ഞു. ഇതിന് അപ്പോൾ ഇതിന് ബി എഴുതി, സി എഴുതി, എ എഴുതി. ഓക്കെ. ഇനി ഇതിലിപ്പോൾ ഏതൊക്കെ എഴുതിയിട്ടുണ്ട്? ഇതിന് സി എഴുതിയിട്ടുണ്ട്, എ എഴുതിയിട്ടുണ്ട്. ഇതിന് ബി വന്നാൽ എന്താ സംഭവിക്കുന്നത്? ഇതിന് ബി വന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഇതാണ് ബി. ഓക്കെ. തിരിച്ചിങ്ങോട്ടോ അതും ബി. ശരിയല്ലേ? ഓക്കെ. അപ്പം ഈ ഓ എന്നുള്ള സ്റ്റേജിലേക്ക് ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം അറ്റാച്ച് ആവുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതിൻ്റെ നമ്മളിപ്പോൾ സി ട്രാൻസിഷനും ബി ട്രാൻസിഷനും എ ട്രാൻസിഷനും എഴുതിയിട്ടുണ്ട്. ഓക്കെ. ഇനി നമ്മൾ ഇവനെ പിടിക്കാം. ഇവനെ നമ്മൾ ഏതെല്ലാം എഴുതി? ബി എഴുതി, സി എഴുതി. ഇവന് എ ട്രാൻസിഷൻ എഴുതണം. ഇവന് എ വന്നാലും സാധനം എങ്ങോട്ടാണ് കണക്ട് ആവുന്നത്? ഇത് എങ്ങോട്ടാണ്? ഇവനെ ആവുമ്പോൾ തിരിച്ചു എങ്ങോട്ട് ഉണ്ടായിരിക്കും? എന്തായി? ഇതിന് ബി വൈ, സി വൈ, എ വൈ, ഇതെല്ലാം അതും എല്ലാ ട്രാൻസിഷനും ആയിരുന്നു. നിങ്ങൾക്ക് കാണാം. ഓക്കെ നോക്കി ഓട്ടോമാറ്റിക്കലി സി ആൻഡ് ബി ആൻഡ് എ ആണ്. സോ ദിസ് ഈസ് വൺ ഗിവൺ ഓട്ടോമാറ്റ. തീർന്നില്ല. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? നമ്മുടെ ക്വസ്റ്റ്യൻ പറയുന്നത്, ക്വസ്റ്റ്യനിൽ പറയുന്ന ഇതാണ്: എനിക്ക് കൺസ്ട്രക്റ്റഡ് ഡേഫ് നമ്പർ ഓഫ് എയും ബിയും ഈവൺ, നമ്പർ ഓഫ് എയും ബിയും ഈവൺ, സി ഈസ് ഓഡ് അല്ലേ? അതായത് എ ഈവൺ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഇ, ബി ഈവൺ എന്ന് പറഞ്ഞാൽ ഇ, 2 ഇയും ഒരു ഓയും. അതായത് ഇഒ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇഒ, അതായത് ഇതാണ് എൻ്റെ സ്റ്റേറ്റ്. സോ ഇതിനെ കുറിച്ച് നമ്മൾ എന്താക്കും? ഫൈനൽ സ്റ്റേറ്റ്മെന്റ്. സോ ഇതാണ് എൻ്റെ ഗിവൺ ഓട്ടോമാറ്റ എന്ന് പറയുന്നത്. ഓക്കെ. ഇത് നിങ്ങളൊന്ന് വായിച്ച് ഇത് എടുക്കാൻ നമുക്ക് നിങ്ങൾക്ക് കാര്യം എന്താ ഉദ്ദേശിച്ചത് മനസ്സിലാവും. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. ഇതാണ് എൻ്റെ ഓട്ടോമാറ്റ. അപ്പോൾ അത് വരച്ചെടുക്കാനുള്ള ഒരു അവിടെ വരച്ചെടുക്കുക. ഇതിങ്ങനെ വരച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. ഇതിൽ ടെൻഷൻ ആവേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. ഇനി അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പറയാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൺസ്ട്രക്ട് ഡി എഫ് എ വിച്ച് ഹാസ് ദ സെയിം പവർ ഓഫ് ഫോളോയിങ് ഇ എപ്സിലോൺ. ഈ എപ്സിലോൺ എൻ എഫ് എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഡി എഫ് എ വരയ്ക്കാനാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് എപ്സിലോൺ എൻ എഫ് എയുടെ ഫസ്റ്റ് സ്റ്റേറ്റ്. എപ്സിലോൺ എൻ എഫ് എ ടു ഡി എഫ് എയുടെ ഫസ്റ്റ് സ്റ്റേറ്റ് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളുടെ ഡ്യൂട്ടി തന്നെ ഇ ക്ലോസ് അല്ലേ? ഫസ്റ്റ് സ്റ്റേറ്റ് പറഞ്ഞാൽ ഇ ക്ലോസ് ഓഫ് ഇ ക്ലോസ് ആണ് നമ്മൾ എടുക്കുക. ഒരു മിനിറ്റ് കേട്ടോ.
ബി ക്ലോസ് അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഈ ക്ലോസ് ഇനി എനിക്ക് വേണ്ടത് എന്താ, ഈ 1.3-യിൽ 1.3-യുടെ ആദ്യം എ വരുന്ന ട്രാൻസിഷൻ. അപ്പോൾ നമുക്കറിയാം DFAയുടെ ട്രാൻസിഷൻ പ്രകാരം 1.3ക്ക് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ പറയാം, ആദ്യം എപ്സിലോൺ ക്ലോഷർ ഓഫ് 1.3. 1-ൽ നിന്ന് എപ്സിലോൺ വഴി എവിടെയൊക്കെ പോവാം, 1-ലും 3-ലും. 3ക്ക് പിന്നെ എവിടെയും പോകാൻ പറ്റില്ല, ഉണ്ടെങ്കിൽ അതും 1-ലുണ്ടാവുമല്ലോ. അപ്പോൾ 1-ൽ തന്നെയാണ് കണ്ട്. 1-ന് എ കൊടുത്താൽ എങ്ങോട്ടാണ് പോകുന്നത്, 1-ന് എക്ക് ട്രാൻസിഷൻ ഉണ്ടോ, 1-ന് എക്ക് ട്രാൻസിഷൻ ഇല്ല. 3ക്ക് എ ട്രാൻസിഷൻ ഉണ്ടോ, 3ക്ക് എക്ക് ട്രാൻസിഷൻ ഉണ്ട്. അത് എവിടേക്ക് തന്നെയാണ്, 1-ലേക്ക് തന്നെയാണ് അല്ലേ. പിന്നെ ആ 1-ന്റെ അപ്പം കിട്ടുന്ന ഏതാ നമുക്ക് സ്റ്റേറ്റ്, ഒരൊറ്റ സ്റ്റേറ്റേ ഉള്ളൂ, 1-ൽ മാത്രമേ എത്തുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലോൺ ക്ലോഷർ എടുത്താലോ നമുക്ക് എഗെയിൻ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് 1.3 കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ബി നോക്കാം. ബിയുടെ ട്രാൻസിഷൻ 1-ന്റെ ഈ പറയുന്ന സ്റ്റേറ്റിൽ 1-ന് ബി കൊടുത്താൽ എവിടെ എത്തും, ബി കൊടുത്താൽ അത് 2-ൽ പോകുന്നുണ്ട്, ശരിയല്ലേ. 2-ൽ പോകുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ വേണ്ടി ഇവിടെ എഴുതുന്നുള്ളൂ. 2-ൽ പോകുന്നുണ്ട്. പിന്നെ ബി കൊടുത്താൽ എങ്ങോട്ടും പോകുന്നുണ്ടോ, 1-ൽ നിന്ന് ബി കൊടുത്താൽ എങ്ങോട്ടും പോകുന്നില്ല. ശരി, ഇനി 3ക്ക് ബി കൊടുത്താലോ, 3ക്ക് ബി കൊടുത്തു കഴിഞ്ഞാൽ 3ക്ക് ബി ട്രാൻസിഷൻ ഇല്ല. സോ എനിക്ക് പുതിയൊരു സ്റ്റേറ്റാണ് കിട്ടുന്നത്. ഏതാ, 2 എന്ന് പറഞ്ഞ് പുതിയൊരെണ്ണം കിട്ടുക. 1-ന് ബി കൊടുത്താൽ ഇവിടെ എത്തുന്നു, തീർന്നില്ല. ഇനി 2-ന്റെ എപ്സിലോൺ ക്ലോഷറാണ് എടുക്കേണ്ടത്. 2-ന് വേറെ ട്രാൻസിഷൻ ഇല്ലാത്തതുകൊണ്ടാണ് 2-ന് മാത്രം എഴുതുന്നത് അല്ലേ. അപ്പോൾ എനിക്കൊരു പുതിയ സ്റ്റേറ്റ് കിട്ടിയപ്പോൾ ഞാനത് എഴുതുക 2. ശരി, ഇനി 2-ന് എ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, 2-ന് എപ്സിലോൺ ക്ലോഷർ ഉണ്ടോ, 2-ന് എപ്സിലോൺ ക്ലോഷർ ഉണ്ടോ, ഇല്ല അല്ലേ. പക്ഷെ 2-ൽ നിന്ന് എ കൊടുത്താൽ എവിടെ പോകുന്നുണ്ട്, ഒന്ന് 2-ലും പോകുന്നുണ്ട്, ഒന്ന് 3-ലും പോകുന്നുണ്ട്, ശരിയാണല്ലോ. ശരിയല്ലേ. അപ്പോൾ 2, 3 ആണ് എ കൊടുത്താൽ പോകുന്നത്. ശരി, ഇനി അതിൻ്റെ ക്ലോഷർ എടുക്കുമ്പോഴോ 2-ന്റെ ക്ലോഷർ 2 തന്നെ, 3-ന്റെ ക്ലോഷർ 3 തന്നെ. അപ്പോൾ ആൻസർ എനിക്ക് എന്ത് കിട്ടും, 2,3 എന്ന് കിട്ടും. ശരി, ഇനി ബി നോക്കിയാലോ. 2-ന് ബി ഉണ്ടോ, അതായത് ഈ 2-നാണ് നോക്കുന്നത്. ഈ 2-ന് ബി എങ്ങോട്ടാ, 3-ലേക്ക്, ശരിയല്ലേ. 2-ന് ആദ്യം 2-ന്റെ ക്ലോഷർ എടുക്കുക. 2-ന്റെ ക്ലോഷർ എന്താ, 2 തന്നെ. ശരി, ഇനി 2-ന്റെ ക്ലോഷർ എടുത്ത് കഴിഞ്ഞിട്ട് ആ 2 എങ്ങോട്ടാ പോകുന്നു, എ കൊടുത്താൽ, സോറി ബി കൊടുത്താൽ 3-ലേക്ക് പോകുന്നു. ശരി, ഇനി 3-യുടെ ക്ലോഷർ എടുത്താലോ, 3 തന്നെ. സോ ഫൈനലി ഐ വിൽ ഗെറ്റ് 3. ഞാൻ സ്റ്റെപ്പ് കട്ട് ചെയ്തിട്ട് അവർ പറയുന്നുണ്ടെന്ന് വിചാരിക്കണോ, ഒന്നും കൂടെ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം നോക്കുമ്പോൾ എനിക്ക് 2 പുതിയ സ്റ്റേറ്റുകൾ കിട്ടിയിട്ട് ഏതൊക്കെയാണ്, ഒന്ന് 2,3-യും പിന്നെ ഒന്ന് ഏതാ, വെറും 3-യും എനിക്ക് കിട്ടിയിട്ടുണ്ട്, ശരിയല്ലേ. വെറും 3 കൊടുത്താൽ 3-ലേക്ക് വരുന്നു, പിന്നെ 3-ന്റെ ക്ലോഷർ 3 തന്നെ. ഓക്കെ, അപ്പോൾ ഇനി 2,3ക്ക് കാണാം. 2,3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അപ്പോൾ 2,3 എണ്ണത് കാണണ്ട അല്ലേ. ഓക്കെ, വേണം 2,3. അപ്പോൾ 2,3 കണ്ടു കഴിഞ്ഞാൽ എന്താ, ശരി 2-ന് ക്ലോഷർ ഉണ്ടോ, അത് തന്നെ. 3-ക്കും ക്ലോഷർ തന്നെ. ഓക്കെ, അപ്പോൾ ഇനി 2,3ക്ക് എ വന്നാൽ എന്താ വരിക, 2,3ക്ക് എ വന്നാൽ 2ക്ക് എ വന്നാൽ 2-ഉം 3-യും, 3ക്ക് റൈറ്റ് 2,3ക്ക് 2-ന് എ വന്നു കഴിഞ്ഞാൽ 2 തന്നെ. 2-ന് എ വന്നു കഴിഞ്ഞാൽ സോ 2 എടുക്കുന്നു, 2,3 എടുക്കുന്നു. 2,3ന്റെ ക്ലോഷർ എന്ന് പറഞ്ഞാൽ 2-ഉം 3-യും തന്നെയാണ്. 2ക്ക് എ വന്നു കഴിഞ്ഞാൽ അത് 2-ലേക്കും പോവും, 3-ലേക്കും പോവും. ഒബ്വിയസ്ലി അത് 2-ലേക്ക് പോകുന്നു, 3-ലേക്ക് പോകുന്നു. ശരി, ഇനി 3K വന്നു കഴിഞ്ഞാൽ അത് 1-ലേക്ക് വന്നു. സോ ഐ വിൽ ഗെറ്റ് സിംപ്ലി, ഞാൻ എന്ത് പറയും, 1, 2, 3 എന്ന് പറയുന്നു. 1, 2, 3 ഫുള്ള് വന്നുകൊണ്ട് ഇനി ഞാൻ വെറുതെ ക്ലോഷർ എടുത്ത് സമയം പോകുന്നില്ല. 1, 2, 3 എടുത്തു കഴിഞ്ഞാൽ എന്തായാലും 1, 2, 3-ലേക്ക് പോകും.
ശരിയല്ലേ? ഇനി നമുക്ക് ബിയുടെ ട്രാൻസിഷൻ നോക്കാം. 2-ന് ബി വന്നാൽ 3യിലേക്ക് പോകുന്നു. 3ക്ക് ബി ഇല്ല, ശരിയല്ലേ? ഓക്കെ, അപ്പോൾ അത് എവിടേക്ക് മാത്രമേ പോവുള്ളൂ? 2ക്ക് 3 വന്നാൽ 2ക്ക് ബി വന്നു കഴിഞ്ഞാൽ എങ്ങോട്ടേ പോകത്തുള്ളൂ? 3യിലേക്ക് പോകുള്ളൂ. അപ്പോൾ എനിക്ക് ഇവിടെ എന്തേ വരുള്ളൂ? ബിയുടെ ക്ലോഷർ 3. ശരി, അപ്പോൾ എനിക്ക് പുതിയൊരു സ്റ്റേറ്റ് കൂടെ കിട്ടിയിട്ടുണ്ട്. 1, 2, 3. മറ്റേത് 3 ആയതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല. ഇനി 3ൻ്റെ കേസ് നോക്കാം. 3യുടെ ക്ലോഷർ എന്താ? 3 മാത്രമാണ്. 3ക്ക് എ വന്നാൽ എങ്ങോട്ട് പോകുന്നു? എയിലേക്ക് പോകുന്നു. സോറി, എ വന്നാൽ എങ്ങോട്ട് പോകുന്നു? 1ലേക്ക് പോകുന്നു. 3ക്ക് എ വന്നാൽ 1ലേക്ക് പോകുന്നു. 3യുടെ ക്ലോഷർ 3 മാത്രമാണ്. 3ക്ക് എ വന്നാൽ 1ലേക്ക് പോകും. 1ൻ്റെ ക്ലോഷർ എന്താ? 1ഉം 3ഉമാണ്. സോ ഐ വിൽ ഗെറ്റ് 1, 3 ഓൾറെഡി ഉള്ള സ്റ്റേറ്റ് ആണ്. നൗ ടേക്ക് അബൌട്ട് ദ ബി ട്രാൻസിഷൻ. 3ക്ക് ബി വന്നാൽ എങ്ങോട്ട് പോകും? 3യുടെ ക്ലോഷർ 3 ആണ്. 3ക്ക് ബി വന്നാൽ 3ക്ക് ബി ട്രാൻസിഷൻ ഇല്ല, എങ്ങോട്ടും പോകുന്നില്ല, ശരിയല്ലേ? അപ്പോൾ ഇതിൻ്റെ സംബന്ധമായി മാറും. ഇത് നമ്മുടെ ഫൈ ആണ്. ഫൈ എനിക്ക് അവിടെ അങ്ങനെ സിമ്പിൾ ഞാൻ വരയ്ക്കാതെ കാരണം ഞാൻ എന്ത് പറയുന്നു? 5 പറയും. 3ക്ക് ബി ട്രാൻസിഷൻ ഇല്ല, സോ നള്ളാണ്. അപ്പോൾ നള്ളിലേക്ക്. അപ്പോൾ ഞാനിവിടെ നള്ളും കൂടെ ഇവിടെ എഴുതി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേണമല്ലോ. ഇനി അടുത്തത് 1, 2, 3 എടുക്കാം. ശരി, 1, 2, 3 എടുക്കാം. 1ൻ്റെ ക്ലോഷർ 1, 2ൻ്റെ ക്ലോഷർ 2, 3. അപ്പോൾ 1, 2, 3 മൊത്തം എടുക്കണം. 1ന് എ വന്നാൽ എങ്ങോട്ട് പോകും? 1ന് എ ഇല്ല, വേണ്ട, 1ന് എ ഇല്ല. ശരി, നൗ 2ന് എ വന്നാൽ എങ്ങോട്ട് പോകും? 1ന് എ ഉണ്ടോ? 1ന് എ ഇല്ല. 2ന് എ ഉണ്ടോ? 2ന് 2ഉം 3ഉം ഉണ്ട്. 3ഉം ഉണ്ട്. ഇനി 3ക്ക് എ ഉണ്ടോ? 3ക്ക് 1 ഉണ്ട്. സോ ഓട്ടോമാറ്റിക്കലി എങ്ങോട്ട് പോകും? ഇങ്ങോട്ട് പോകും. സോ ഈ 3 സ്റ്റേറ്റും വരുന്നത് വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എയുടെ ട്രാൻസിഷൻ. ശരി, ഇനി 1, 2, 3ക്ക് ബി വന്നല്ലോ. 1ന് ബി ഉണ്ടോ? 1ന് ബി ഉണ്ട്, എ ഉണ്ട്. സോറി, 1ന് ബി ഉണ്ട്, ബി ഉണ്ട്, 2 ഉണ്ട്. ശരി, 2ന് ബി ഉണ്ടോ? 2ന് ബി ഉണ്ട്, അതെന്താ? 3 ഉണ്ട്. ശരിയല്ലേ? 3ക്ക് ബി പക്ഷേ ഇല്ല, ശരിയല്ലേ? 3ക്ക് ബി ഉണ്ടോ? ഇല്ല. അപ്പോൾ എനിക്കിത് കിട്ടുന്ന എന്താ? 2, 3 ആണ്. 2, 3 ഒക്കെ ഓൾറെഡി ഉള്ളതാണ് കേട്ടോ. ഇനി എന്താ അടുത്തത്? എം ടി ട്രാൻസിഷൻ. എം ടി ട്രാൻസിഷന് എ വന്നാൽ അതും എം ടി സ്റ്റേറ്റ് ആണ്, ബി വന്നാൽ അതും എം ടി സ്റ്റേറ്റ് ആണ്. സോ നമുക്ക് ഇവിടെ ഇങ്ങനെ അവസാനിപ്പിക്കാം. സോ ഇതാണ് എൻ്റെ വാട്ട് ടു സേ ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഓട്ടോമാറ്റഡ് ഡി എസ്. ഇനി നമുക്കിതിൻ്റെ ഓട്ടോമാറ്റഡ് ജനറേറ്ററിൽ ഓട്ടോമാറ്റഡ് എന്ന് വരച്ച് നോക്കാം കേട്ടോ. ഇതിപ്പോൾ നേരത്തെ ഒക്കെ വരച്ചതാണ്. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യാണേ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഈ ഓട്ടോമാറ്റഡ് ജനറേറ്റർ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സാധനമാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇത് പല പർപ്പസിനും വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ അവിടെ ഇരിക്കട്ടെ. നമുക്ക് ആദ്യം നേരത്തെ പറഞ്ഞ സാധനത്തിന് ഒന്ന് റീനെയിം ചെയ്യാം. റീനെയിം ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ റീനെയിം ചെയ്യാം? നമുക്ക് ഓരോരോ പേരെടുക്കാമല്ലോ. അതിന് മുമ്പ് സ്റ്റാർട്ടിങ് സ്റ്റേറ്റ് ഏതാ? സ്റ്റാർട്ടിങ് സ്റ്റേറ്റ് നമുക്കറിയാം, അത് ഏതന്നെ. നമ്മൾ ചുമ്മാ പറയുന്നത് Q0. നമ്മൾ പേരെടുക്കട്ടെ, ഓരോന്നും ഓരോ പേരെടുക്കും. Q0, Q1, Q2, Q3, Q4, Q5. ഇത് നമ്മൾ എന്താ നോക്കുന്നത്? ഇത് നമ്മൾ നോക്കുക സ്റ്റാർട്ടിങ് സ്റ്റേറ്റിൽ നിന്ന് ഇതിൻ്റെ ഫൈനൽ സ്റ്റേറ്റ് ആണ്. ഇതിൻ്റെ ഫൈനൽ സ്റ്റേറ്റ് തന്നെ ഏതായിരിക്കും? ഇതിൻ്റെ ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ 1ൻ്റെ ക്ലോഷർ, ഇതിൻ്റെ നമ്മുടെ എപ്സിലോൺ-NFയുടെ സ്റ്റാർട്ടിങ് സ്റ്റേറ്റ് ഫൈനൽ സ്റ്റേറ്റ് ഏതാ? 1 ആണ് അല്ലേ? ആ 1ൽ നിന്ന് ഏതെല്ലാം സ്റ്റേറ്റുകളിൽ, ഇപ്പോൾ 1 എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഫൈനൽ സ്റ്റേറ്റ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ ഇവിടെ 1 എന്ന് പറയുന്ന സ്റ്റേറ്റ് നമ്മൾ മാറ്റി, അതിന് പകരം 1 വഴി എപ്സിലോണിൽ എങ്ങോട്ടൊക്കെ പോകുന്നോ അതെന്താണ്? അതെല്ലാം ഫൈനൽ സ്റ്റേറ്റുകളാണ്. അപ്പോൾ ഇവിടെ എങ്ങോട്ടാണ് എപ്സിലോൺ വഴി പോകുന്നത്? 3ലേക്ക്. അപ്പോൾ 1ഉം 3ഉം ഉള്ള സ്റ്റേറ്റുകൾ മുഴുവൻ എന്താണ്? ഫൈനൽ സ്റ്റേറ്റുകൾ. അപ്പോൾ നമുക്ക് ഏതെല്ലാം വരും? ഇത് ഫസ്റ്റ് സ്റ്റേറ്റ് ഫൈനൽ സ്റ്റേറ്റ് ആണ്. അടുത്ത ഏത് വരും? ഈ 1, 2, 3യിലൊരു
1ഉം 3ഉം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഫൈനൽ സ്റ്റേറ്റ് ആക്കാൻ അവിടെ ഒരു സ്റ്റാർ ഇട്ട് വയ്ക്കാം. സോറി, പിന്നെ 1 2 3 ഫൈനൽ സ്റ്റേറ്റ് ആയതുകൊണ്ട് അവിടെ ഒരു സ്റ്റാർ ഇട്ട് വയ്ക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ വർക്ക് Q4 Q5. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓട്ടോമാറ്റിക് വരച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ നമ്മുടെ Q0 വരയ്ക്കാം. Q0 നമുക്ക് എല്ലാ സ്റ്റേറ്റുകളും വരയ്ക്കാം. Q0 Q1 അത് നിങ്ങൾ ഇങ്ങനെ തന്നെ വരയ്ക്കണം, അങ്ങനെ വരയ്ക്കണം എന്ന് നിർബന്ധമില്ല. Q3 Q4 വരച്ച് കഴിഞ്ഞിട്ട് ഭംഗി കൂട്ടിയാൽ Q4 Q5 5 സ്റ്റേറ്റ് അല്ലേ ഉള്ളൂ. Q1 Q2 Q3 Q4 Q0 Q1 Q2 Q3 Q4 Q5 Q0 Q1 Q2 Q3 Q4 Q5. നമുക്ക് നോക്കാം. Q0 ആണ് സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ്. ശരി, Q0 ആണ് സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ്. ഏറ്റു. പിന്നെ ഇനി അടുത്ത് പറയുന്നത് Q0ക്ക് A കൊടുത്താൽ 1 3 എന്ന് പറഞ്ഞാൽ Q0ക്ക് തന്നെ Q0യിൽ നിന്ന് Q0യിലേക്ക് ഒരു സെൽഫ് ആരോ ആണ്. Q0 A കൊടുത്താൽ സെൽഫ് ആരോ. ഓക്കെ, അടുത്തത് Q0 B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2, അതായത് Q1 Q0 B Q1 ആണ്. Q0 B Q1 ആണ്. നെക്സ്റ്റ് Q1 A Q2 ആണ്. അവിടെ മാറ്റാം. Q1 A Q2 ആണ്. നെക്സ്റ്റ് Q1 B Q3 ആണ്. Q1 B Q3 ആണ്. ശരി, ഇനി ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ Q0 Q1 എഴുതുക. ഇനി Q2 A എന്ന് പറഞ്ഞാൽ 1 2 3 3 പറഞ്ഞാൽ Q4. അപ്പോൾ Q2 A Q4. Q4. അടുത്തത് Q2 B, ഇവിടെ 3 എന്ന് പറയുമ്പോൾ Q3. Q2 B Q3. ശരി, പിന്നെ Q3ക്ക് A 1 3 എന്ന് പറയുമ്പോൾ Q3ക്ക് A Q0. Q3ക്ക് B നൾ സ്റ്റേറ്റ് തന്നെ Q5. Q3ക്ക് B Q5. ശരി, പിന്നെ Q3ക്ക് B അടുത്തത് Q4 Q4 A 1 2 3 എന്ന് പറയുന്നത് അത് തന്നെ. Q4ലേക്ക് Aക്ക് സെൽഫ് ആരോ. ശരി, Q4 B എന്ന് പറഞ്ഞാൽ 2 3 തന്നെ Q2. അപ്പോൾ Q4 to Q2 B.
Q4 to Q2 B, Q4 to A, സെൽഫ് ബി Q3. ഈ Q5 എയും ബിയും സെൽഫാണ്. നൗ ഫൈനൽ സ്റ്റേറ്റുകൾ Q0യും Q4. സോ ഇതാണ് നമ്മുടെ ഗിവൺ ഓട്ടോമാറ്റ. ഓക്കെ, ഇതിൽ ഏതായിരിക്കും നമ്മുടെ ഇത് ഈ പറയുന്നത്? ഓക്കെ, Q3 നിന്ന് എപ്പോഴെങ്കിലും ഒരു ബി വന്നാലാണ് ഫൈനൽ സ്റ്റേറ്റിലേക്ക് പോകുന്നത്. അതായത് എ ബി എന്ന് പറയുന്ന സ്ട്രിങ് നമ്മുടെ ഓട്ടോമാറ്റ അംഗീകരിക്കരുത്. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യൻ എടുത്ത് പോയി നോക്കാം. ഇതിന് എ ബി ഉണ്ട്. സ്റ്റാർട്ടിങ് സ്റ്റേറ്റിന് എ വന്നാൽ ഇവിടെ നേരിട്ട് എ വരില്ല. ഇവിടെ വന്നിട്ട് ഇങ്ങനെ എ ബി വന്നാൽ ഇല്ല, അംഗീകാരമില്ല. ശരിയല്ലേ? എ ബി അല്ല, സോറി, ഇതിന് Q3 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് ബി വരുമ്പോഴാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പം ഞാൻ നിങ്ങളോട് പറയാം, ബി ബി എന്ന് പറയുന്ന സ്ട്രിങ്ങിന് ഇതില്ല. ബി എന്ന് പറയുന്ന സ്ട്രിങ് ഫൈനൽ സ്റ്റേറ്റിൽ എത്തുന്നുണ്ടോ നോക്കാം. നമ്മുടെ ഒറിജിനൽ ക്വസ്റ്റ്യനിലെ ഓട്ടോമാറ്റിക്കലി ബി എത്തുന്നില്ലല്ലോ. റെഡി. പിന്നെ എടുക്കാത്ത സ്ട്രിങ് ഏതാ? ബി വിത്ത് നമ്പർ ഓഫ് എസ് എടുക്കുന്നില്ല. നോക്കുക, ബി വിത്ത് ഒരു എ, ബി വിത്ത് 2 A's എടുക്കരുത്. ബി വിത്ത് എടുക്കുന്നുണ്ട്. ഇതിൽ ഇങ്ങനൊരു വഴിയുണ്ട്, അപ്പോൾ അതിന് കുഴപ്പമില്ല. എക്സ്ലോൺ തന്നെ ശരി. ബി വിത്ത് ഇവിടെ എടുക്കുന്നില്ലെങ്കിലും ബി വിത്ത് ഇങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങോട്ട് എടുക്കുന്ന സമയത്ത് കുഴപ്പമില്ല. അപ്പോൾ ബി വിത്ത് നമ്പർ ഓഫ് ഫേസ് ഇവിടെ എടുക്കുന്നതിനും ഇവിടെ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളാണ് ഇപ്പോൾ ഇതിലുള്ളത്. ഓക്കെ, പിന്നെ ബി ബി ഇവിടെ എടുക്കുന്നുണ്ടോ? ബി ബി ഇല്ല, പക്ഷെ ബി ബി എ എടുക്കണം. നോക്കുക, ബി ബി എ ശരിയാണ്, എടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇതിനകത്തും എടുക്കും. സോ ഇതാണ് അതിൻ്റെ ഓട്ടോമാറ്റ. ഓക്കെ, നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺവേർട്ട് ദ ഫോളോയിങ് ഫൈനൈറ്റ് ഓട്ടോമാറ്റ ടു റെഗുലർ എക്സ്പ്രഷൻ. നിങ്ങൾ ഏറ്റവും കൂടുതൽ പേര് തെറ്റിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കാം. ഏറ്റവും കൂടുതൽ പേര് നമുക്ക് ഓട്ടോമാറ്റ വരച്ചിട്ട് നമുക്ക് നോക്കാം. നമുക്ക് ഇതിനൊക്കെ ഒന്ന് മാറ്റി വരയ്ക്കാം. അപ്പോൾ ഓക്കെ, നമുക്ക് മൊത്തം എത്ര സ്റ്റേറ്റാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്? 1, 2, 3 ആകെ 3 സ്റ്റേറ്റുകൾ. അപ്പം അതിനകത്ത് ആ ചിത്രം മാറ്റി വരയ്ക്കുമ്പോൾ ആ 3 സ്റ്റേറ്റ് മാറും. Q0, Q1, Q2. അങ്ങനെയായിരുന്നു. Q0 to Q0, Q0, Q0 to Q0, 0, പിന്നെ 1, Q1, Q0, 0. അത് ജസ്റ്റ് റീഡ്രോ ചെയ്യുന്നുള്ളൂ കേട്ടോ. Q2 0.
അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ക്വസ്റ്റ്യൻ ജസ്റ്റ് റീഡർ ചെയ്യുന്നുള്ളൂ. ഫൈനൽ ഷീറ്റ് ക്യൂട്ട്. ഓക്കെ. സോ ഇതിനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? നമുക്ക് നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് വരയ്ക്കേണ്ടത് അല്ലേ? ശ്രദ്ധിച്ചോട്ടെ, ഞാനിത് ഈ ഒരെണ്ണത്തിൽ തന്നെയാണ് ഞാൻ മാറ്റി വരയ്ക്കുന്നത്. നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള ചേഞ്ചുകൾ വരുത്തിയിട്ട് വരയ്ക്കുക. ഓക്കെ. ശ്രദ്ധിച്ചു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ ഇപ്പോൾ മാറ്റി പുതിയൊരു സ്റ്റേറ്റ് വരയ്ക്കുക. അതിന് നമ്മൾ എന്ത് പേരിടുക? എസ് എന്ന് പേരിടുക. ശരിയാണല്ലോ? വേറൊരു സ്റ്റേറ്റ് വരയ്ക്കുക, അതിനെ നമ്മൾ എഫ് എന്ന് വരുത്തി. നിങ്ങൾക്ക് അറിയാമെന്നുള്ളൊരു ഐഡിയയിലാട്ടോ ഞാൻ മുന്നോട്ട് പോകുന്നത്. എഫ് എന്ന് വരുത്തി അതിനെ ഫൈനൽ സ്റ്റേറ്റ് ആക്കി മാറ്റാം. ഓക്കെ. അടുത്ത പരിപാടി ഇതിൻ്റെ ഫൈനൽ സ്റ്റേറ്റ് ഒഴിവാക്കുക. സ്റ്റെപ്പ് 2 ആട്ടോ. ഇതിൽ നിന്ന് ഇവിടേക്ക് എപ്സിലോൺ ട്രാൻസിഷൻ കൊടുക്കുക. അതേപോലെ ഈ ക്യൂറ്റ് നേരത്തെ ഫൈനൽ സ്റ്റേറ്റിൽ നിന്ന് ഇപ്പം നമ്മൾ ഉണ്ടാക്കിയതിലേക്കും എന്ത് കൊടുക്കുക? എപ്സിലോൺ ട്രാൻസിഷൻ കൊടുക്കുക. എപ്സിലോൺ ട്രാൻസിഷൻ കൊടുക്കുക. അടുത്ത സ്റ്റെപ്പ് എന്താ? അപ്പോൾ ഇത് ഇപ്പോൾ കണ്ടത് അങ്ങനെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ പരിപാടി പറഞ്ഞാൽ ഓരോന്ന് എലിമിനേറ്റ് ചെയ്യാന്നുള്ളത് ആണല്ലോ. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇതിൽ നിന്ന് വരയ്ക്കാട്ടോ, മേലെ കയറിക്കട്ടെ. ഇതിൽ നിന്ന് ഇതിനെ എലിമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നമ്മൾ വളരെ സിമ്പിളായിട്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എലിമിനേറ്റ് ചെയ്ത സ്റ്റേറ്റിനെ അങ്ങോട്ട് വിട്ടിട്ട് ബാക്കി സാധനം വരയ്ക്കുക അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൽ നിങ്ങൾക്ക് പലർക്കും കൺഫ്യൂഷൻ ഈ റിവേഴ്സ് ആരോൻ്റെ കേസാണ്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം ഉണ്ടാവാൻ വേണ്ടി ഞാൻ ആദ്യം Q1-നെയാണ് എലിമിനേറ്റ് ചെയ്യുന്നത്. Q1-നെ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ആരൊക്കെ ഇവിടെ ബാക്കിയുണ്ട്? എൻ്റെ S ഇവിടെ നേരത്തെ പോലെ ബാക്കിയുണ്ട്. എൻ്റെ Q0 എനിക്ക് ബാക്കിയുണ്ട്, സംശയമൊന്നുമില്ല. പിന്നെ Q1 ഇല്ല, പകരം എൻ്റെ Q2 എനിക്ക് ബാക്കിയുണ്ട്, അത് വരച്ചു. എൻ്റെ F എനിക്ക് ബാക്കിയുണ്ട്, ഞാൻ അതും വരച്ചു. ശരി, ഇത് F ആയിരിക്കും എൻ്റെ ഫൈനൽ സ്റ്റേറ്റ് എന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ഇതിന് ഡബിളും വെച്ചു. സ്മോൾ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ മൈൻഡ് ചെയ്യണം. ശരി, ഇനി ഞാൻ നിങ്ങളോട് നോക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ട്രാൻസാക്ഷന് പ്രത്യേകിച്ച് വല്ല വ്യത്യാസമുണ്ടോ? ഒന്നും ഒരു വ്യത്യാസമില്ല, അതൊക്കെ അതുപോലെ തന്നെ ഉണ്ടാവും. ശരി, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതിന് വല്ല വ്യത്യാസമുണ്ടോ? അതുണ്ടാവില്ല. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതിന് വ്യത്യാസമുണ്ടോ? ഇതിനും ഒരു വ്യത്യാസമില്ല. കാര്യം എന്താ? ഇത് അതിനെ ബാധിക്കുന്നില്ല. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇനി ശ്രദ്ധിക്കാം. Q0-യിൽ നിന്ന് ശ്രദ്ധിച്ചോ, Q0-യിൽ നിന്ന് Q1-ലേക്കായിരുന്നു പാത്തുണ്ടായിരുന്നു. അത് എങ്ങോട്ട് പോകാനുള്ളതായിരുന്നു? Q2-ലേക്ക് പോകാനുള്ള പാത്തായിരുന്നു. ശരിയല്ലേ? ശരി, അപ്പോൾ ഈ Q1 ഇവിടുന്ന് പോയി കഴിഞ്ഞാലും Q1-ൽ നിന്ന് എവിടെ എത്തണം? Q2-ൽ എത്തണം. അത് ഏത് പാത്താന്ന് മാത്രം ആലോചിക്കുക. റിവേഴ്സ് ആരോൻ്റെ കേസൊന്നും ഇല്ല, അത് പിന്നെയാണ്. റെഡി? അത് ഏത് പാത്താണ്? ഈ സാധനം ആദ്യമേ ഇത് ഉള്ളത് വരച്ചേക്കണം കേട്ടോ. അത് നമുക്ക് ഇവിടെ 0 ഉണ്ട്, അതിന് നമുക്ക് വ്യത്യാസമൊന്നുമില്ല. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, Q0-യിൽ നിന്ന് സെൽഫ് ആരോൻ്റെ കേസൊന്നും അല്ല ചോദിക്കുന്നത്. Q0-യിൽ നിന്ന് Q1 വഴിയുള്ള പാത്ത്, ഒരു വൺ സൈഡ് പാത്ത്, അതേതാ? Q2-ലേക്കായിരുന്നു. അതെന്താ വരുന്നത്? 1 0 + 1 സ്റ്റാർ. ഇത് എത്ര പ്രാവശ്യം? 0 അല്ലേ? അപ്പം ഇതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പാത്തിൽ നമ്മൾ എഴുതേണ്ടത് അതാണ്. പിന്നെ നമ്മൾ എഴുതുമ്പോൾ ഒരു കാര്യം കൂടെ കൺസിഡർ ചെയ്യണം. ഓൾറെഡി Q0-യിൽ നിന്ന് Q2-ലേക്ക് വേറെ വല്ല പാത്തുകളും ഉണ്ടായിരുന്നു? ഒരു പാത്തും ഇല്ല, ഈ ഒരു ഒറ്റ പാത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്തായാലും എഴുതുന്നത് 1 പിന്നെ അല്ല 0 + 1 സ്റ്റാർ. ശരിയല്ലേ? 1 0 + 1 സ്റ്റാർ 0 എത്തിയാൽ ഞാൻ എവിടെ എത്തും? ഇവിടെ എത്തും. ശരിയാണല്ലോ? കൺഫ്യൂഷൻ ഇല്ല. അത് മാത്രമേ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പാത്തിൽ നോക്കേണ്ടുള്ളൂ. ഇവിടെ നിന്ന് വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലേക്ക് ഇതുവഴി പാത്തുണ്ടോ? ഇല്ല. അപ്പോൾ അത് തീർന്നു. ഇനി നോക്കുന്നത് ശ്രദ്ധിച്ചോ. Q2-ൽ നിന്ന് ശ്രദ്ധിച്ചോട്ടെ, Q2-ൽ നിന്ന് Q1 വഴി ഏതെങ്കിലും പാത്തുണ്ടോ? ശ്രദ്ധിക്കുക, Q2-ൽ നിന്ന് Q1 വഴി ഇങ്ങോട്ട് പാത്തുണ്ടോ? ഇല്ല. പക്ഷെ Q2-ൽ നിന്ന് Q1 വഴി Q2-ലേക്ക് തന്നെ വരാമായിരുന്നു. ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് മാത്രമല്ലേ ഉള്ളൂ.
ഇങ്ങോട്ടുള്ളത് ഞാൻ എഴുതണ്ട, കാരണം ഇത് വന്നാൽ അത് ഓട്ടോമാറ്റിക്കലി ഉണ്ടെന്നാണ്. Q2 ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മൾ എന്ത് പറയേണ്ടത്, റിവേഴ്സ് ആർ ശ്രദ്ധിക്കേണ്ടത്. Q2 നിന്ന് 1 വഴി Q1 0 വഴി ഇങ്ങോട്ട് എത്താമായിരുന്നു. Q1 ഡിലീറ്റ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഉള്ളത് കൊണ്ട് വേറൊരു ഒറിജിനൽ വഴി നമ്മൾ ഇവിടെ വേറെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ 0 1. ഇവിടെയാണ് നിങ്ങൾക്ക് പലർക്കും തെറ്റിയത്. ഇത് 0 + 1 ആണ്. ഇതിന് ബ്രാക്കറ്റ് ഇട്ടാൽ നല്ല സന്തോഷം, പക്ഷെ ഇതിന്റെ അർത്ഥം ഇങ്ങനെ തന്നെയാണ്. ഇതല്ലെങ്കിൽ ഒന്നിക്ക് 0 വഴി Q2 നിന്ന് Q2 എത്താം, അല്ലെങ്കിൽ 1 വഴി Q2 നിന്ന് Q2 എത്താം, അല്ലെങ്കിൽ 1 0 + 1 സ്റ്റാർ 0 വഴി എത്താം, അല്ലെങ്കിൽ 1 0 + 1 സ്റ്റാർ ഒന്നിക്ക് 0 വഴി എത്താം. ഒന്നിക്ക് Q2 നിന്ന് Q2 0, അല്ലെങ്കിൽ Q2 നിന്ന് 1 വഴി എത്താം. ഇതല്ലെങ്കിൽ 1 0 + 1 സ്റ്റാർ 0 വഴി എനിക്ക് എങ്ങോട്ട് എത്താം, Q2 എത്താം. ഇതാണ് എൻ്റെ ഇവിടുത്തെ എക്സ്പ്രഷൻ. 1 0 + 1 + 1 0 + 1 സ്റ്റാർ 0 വഴി എനിക്ക് എത്താം. ബാക്കിയുള്ളതൊക്കെ ഇതിൽ പെട്ടു, ശരിയല്ലേ? സോ ഇതാണ് എൻ്റെ അടുത്ത സാധനം. പറഞ്ഞു മനസ്സിലായോ? ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കാം, അപ്പോൾ ഇപ്പം എൻ്റെ പുതിയ സാധനം വരച്ചേക്കണം ഇതാണ്. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? അടുത്തത് ഞാൻ ഏതിനെ ഡിലീറ്റ് ചെയ്യാൻ പോണേ? ഇനി ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോണത്, അപ്പോൾ ഇവനെയൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, അതൊക്കെ പോയി അല്ലേ? ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടാണ് ഞാൻ പകരം എന്ത് വരച്ചു വെച്ചേക്കണേ? അത് ഇതിന് മാറ്റമൊന്നുമില്ല. ഇവിടെ നിന്ന് ഞാനൊരു സാധനം വരച്ചു, 1 ശരിയല്ലേ? 0 + 1 സ്റ്റാർ 0 1 0 + 1 സ്റ്റാർ 0 ശരിയാണല്ലോ? ഇവിടെ ഇതിന് പകരം എന്ത് വരച്ചു? ഈ പറഞ്ഞ ഇത്രയും സാധനം വരച്ചു, ശരിയല്ലേ? അപ്പം ഇതാണ് കേസ്. ഇനി നമുക്ക് അടുത്ത പണികൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എവിടെയാണെന്നറിയോ? നമുക്കതിന് ഒരു കോപ്പി ഇതിന് ഇവിടെ എടുത്ത് വയ്ക്കാം. ഇതിൻ്റെ കോപ്പി ഇതിന് 0 + 1 + 0 + 1 സ്റ്റാർ 0 + 1 സ്റ്റാർ 0. ഇത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു, പ്ലസ് 0 ഒന്നിക്ക് 0 അല്ലെ 1 3 റെഡി. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എന്താ? ഇനി ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത് ഏതാണെന്ന് തീരുമാനിക്കുക. അതാണ് എൻ്റെ അടുത്ത പണി. ശരി, ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത് ഇവനെയാണ്. ശരി, ഇവനെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ, ശ്രദ്ധിച്ചോട്ടോ, ഇവനെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതായത് ഇവനെ ഞാൻ കളഞ്ഞു. ഇവിടെ ഞാൻ കളഞ്ഞാൽ പിന്നെ എനിക്ക് എന്ത് വേണം? ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു പാത്ത് വേണം. അപ്പോൾ ഞാൻ അത് വരയ്ക്കുവാണേ. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു പാത്ത് ഞാൻ വരച്ചു. ശരി, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പാത്ത് വരച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് എനിക്ക് എത്താൻ പറ്റുന്നത്? ഇതുവഴിയല്ലേ ഉള്ളൂ. അതായത് എപ്സിലോൺ ആകുമ്പം നമുക്ക് എൻ്റെ കൺകാറ്റിനേഷൻ ഒഴിവാക്കാം. എപ്സിലോൺ വിട്ടു. ഇനി 0 സ്റ്റാർ ശരിയല്ലേ? 0 എത്ര പ്രാവശ്യം വേണമെങ്കിലും. പിന്നെ നേരത്തെ പറഞ്ഞ ഈവൻ അതല്ലേ? അതായത് 1 0 + 1 സ്റ്റാർ 1 0 + 1 സ്റ്റാർ 0. പറഞ്ഞത് ശരിയാണോ? അതാണ് ഇങ്ങോട്ട് എത്തുന്നത്, ഇവിടേക്ക് എത്തുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്താ പരിപാടി? അപ്പോൾ ഇത് ഇങ്ങനെ എത്തി, ഇത് ഇത്രയും ആയിട്ടുണ്ട്. സോ ഇതാണ് എൻ്റെ ഈ ഓട്ടോമാറ്റ. കൺഫ്യൂഷൻ ഇല്ലല്ലോ? റെഡി. ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. ഇനി എന്താ സംഭവം? ഇനിയിപ്പോൾ ഞാൻ അടുത്ത ഓഫാക്കാൻ പോണേ Q2. അപ്പോൾ എൻ്റെ ആരാ ബാക്കി ഉണ്ടാവുക? എൻ്റെ SOF മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ശരിയാണല്ലോ? ഞാൻ എന്ത് ചെയ്യുന്നു? അവരെ ഒഴിവാക്കുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ ഇതിൽ ഒറ്റ ലിങ്ക് ഉണ്ടാവുള്ളൂ. അതിൽ ആരൊക്കെ ഉണ്ടാവും? ഇവിടെ നിന്ന് ഇങ്ങോട്ടെത്താനുള്ള പാത്ത്. ഇവനെ കുറേ പ്രാവശ്യം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓൾറെഡി ഉള്ള ഇവിടെ നിന്ന് ഇങ്ങോട്ട്. അപ്പം ഇവിടെ നിന്ന് ഇവിടെ എത്താനുള്ള പാത്ത് ഏതാ? നമുക്ക് ധൈര്യമായിട്ട് എഴുതാലോ. ഏതാ? 0 സ്റ്റാർ 0 സ്റ്റാർ 1 0 + 1 0 സ്റ്റാർ 1 0 + 1 സ്റ്റാർ 0
അതായത് താഴെയുള്ള ഇത്, പിന്നെ ഇനി ഇതിന്റെ മൊത്തത്തിൽ ഹോൾ സ്റ്റാർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒരു വലിയ ബ്രാക്കറ്റ് ഇട്ടു അല്ലേ? എന്നിട്ട് ആ വലിയ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. എന്നിട്ട് അതിന്റെ ഉള്ളിലാണ് ഞാൻ എന്ത് എഴുതുന്നത്? എന്ത് 0 ഇത്ര ഇപ്പൊ നേരത്തെ കണ്ട സാധനം, അതായത് 0 സ്റ്റാർ 1 0+1 സ്റ്റാർ 0 കഴിഞ്ഞതിന് ശേഷം ഇത് നമ്പർ ഓഫ് ടൈംസ്. അത് ഏതൊക്കെയായി നമ്പർ ഓഫ് ടൈംസ്? 0 വരും, 1 വരും, പിന്നെ 0+1 സ്റ്റാർ വരും, പിന്നെ ഒരു 0യും വരും. ശരിയല്ലേ? ഇത്രയും സാധനത്തിന്റെ സ്റ്റാർ. ശരിയല്ലേ? അതാണ് ഇത്. ഇത്രയും സാധനത്തിന്റെ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. സോ ഇതാണ് എൻ്റെ ഓട്ടോമാറ്റ, എൻ്റെ റെഗുലർ എക്സ്പ്രഷൻ. സോ ഞാനിതിനെ സാധനം നിലയ്ക്ക് വരും. സോ ഈ റെഗുലർ എക്സ്പ്രഷനാണ് എനിക്ക് ഈ ഓട്ടോമാറ്റിൽ നിന്ന് കിട്ടുക. എൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സാധനം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി സാധനങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം. ഇത് ഇങ്ങനെ തന്നെ വരയ്ക്കണം. ഇത് നിങ്ങളുടെ ബാക്കിയുള്ള സാധനം വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങൾ കിട്ടില്ല. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാം. അപ്പോൾ അതാണ്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ഇതിലേക്ക് കയറാം. കൺവേർഷൻ കഴിഞ്ഞു. ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൂവ് ദാറ്റ് ദ റെഗുലർ ലാംഗ്വേജ് ആർ ക്ലോസ്ഡ് അണ്ടർ ഇന്റർസെക്ഷൻ. അതിൽ നിങ്ങൾക്ക് എന്തൊക്കെ എഴുതണമെന്ന് മാത്രമേ ഞാൻ ജസ്റ്റ് പറഞ്ഞ് പാസ് ചെയ്ത് പോവാട്ടോ. അതിന് നിങ്ങൾ എന്തൊക്കെ എഴുതണം? ഇന്റർസെക്ഷനിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ എഴുതണം? നമ്മൾ തുടങ്ങുന്നത് എങ്ങനെയാണ്? പ്രൂഫാണ് തുടങ്ങുന്നത് അല്ലേ? ഇനി ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് 1. എന്താണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് 1? സ്റ്റേറ്റ്മെന്റ് 1 അതിൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെഗുലർ ലാംഗ്വേജസ് ആർ ക്ലോസ്ഡ് അണ്ടർ ഏതാന്ന് പറയുന്നു? യൂണിയൻ ആണെന്ന് പറയുന്നു. എന്നിട്ട് അതിനൊരു പ്രൂഫും സാധനവും ഇല്ല, ചിത്രമൊക്കെ. അത് നമുക്ക് എങ്ങനെ വരയ്ക്കാം? അടുത്ത സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറഞ്ഞാൽ, 1 അല്ല 2 എന്ന് പറഞ്ഞാൽ റെഗുലർ ലാംഗ്വേജസ് ക്ലോസ്ഡ് അണ്ടർ കോംപ്ലിമെന്റ്സ് എന്ന് പറയുന്നു. ഇങ്ങനെ ഇത് രണ്ടും പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം, അപ്പൊ ഇത് രണ്ടിനും പ്രൂഫ് നമുക്കറിയാം. കോംപ്ലിമെന്റിന് നമ്മൾ എങ്ങനെയാണ് പ്രൂഫ് എടുക്കുക? ഫൈനൽ സ്റ്റേറ്റ്, നോൺ ഫൈനൽ സ്റ്റേറ്റ് ഒക്കെ, നോൺ ഫൈനൽ സ്റ്റേറ്റ് ഫൈനൽ സ്റ്റേറ്റ്, അതിന്റെ ഒരു സാധനങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് പറയുന്നു? സ്റ്റേറ്റ്മെന്റ് 3. എന്താ നമ്മുടെ സ്റ്റേറ്റ്മെന്റ്? നമ്മുടെ ഇന്റർസെക്ഷൻ ആണ്. ഇന്റർസെക്ഷൻ ക്ലോസ്ഡ് അണ്ടർ കൺകാറ്റനേഷൻ ആണ്. അതിന് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എഴുതാം. പ്രൂഫ് എഴുതുക. മറ്റേതിന് രണ്ടിനും പ്രൂഫ് എഴുതിയിട്ട് നമുക്ക് പിടിപ്പത് എഴുതാണ്ടായിരുന്നു. ഇവിടെ നമുക്ക് സ്റ്റേറ്റ്മെന്റുകൾ മാത്രം എഴുതിയാൽ മതി. എന്തൊക്കെയാ? ഇഫ് R1 and R2 are regular languages, R1 plus R2 is regular language. എന്നിട്ട് ഇതിന് നമുക്ക് ബ്രാക്കറ്റിൽ എന്തിടാം? ബ്രാക്കറ്റ് അല്ലെങ്കിൽ സിൻസ് കൊടുത്തിട്ട് എന്തിടാം? കാരണം എന്താ? സ്റ്റേറ്റ്മെന്റ് 1 ആണ്. സ്റ്റേറ്റ്മെന്റ് 1. ഇങ്ങനെയാണ് നമ്മളിത് പ്രൂവ് ചെയ്യാൻ. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് 1 ഞാനിവിടെ മേലെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അടുത്തത് ഇംപ്ലൈസ്. അങ്ങനെയാണെങ്കിൽ ആ ഇംപ്ലൈസ് സിമ്പിൾ ഓർമ്മയില്ല. ഈക്വലിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ആരോ ഉള്ളത് അങ്ങനെ കിടക്കും. ഇംപ്ലൈസ്. ഇത് ഇംപ്ലൈസ് എന്ന് പറഞ്ഞ R1 plus R2 ലാംഗ്വേജ് ആണ്. അങ്ങനെയെങ്കിൽ എന്താണ്? R1 plus R2ന്റെ എന്താണ്? കോംപ്ലിമെന്റ് എന്താണ്? അല്ലെങ്കിൽ മേലെ വരയ്ക്കാട്ടോ. R1 plus R2 കോംപ്ലിമെന്റ് അല്ലെങ്കിൽ കോംപ്ലിമെന്റ് ഓഫ് R1 plus R2 റെഗുലർ ആണ്. R1ന്റെ R2ന്റെ കോംപ്ലിമെന്റ് എന്താണ്? R1 plus R2ന്റെ കോംപ്ലിമെന്റ് റെഗുലർ ആണ്. ഈസ് റെഗുലർ. ഇതെന്താ? റെഗുലർ. ഇതിന്റെ പ്രൂഫ് എന്താ? സ്റ്റേറ്റ്മെന്റ് 2. ശരിയല്ലേ? സ്റ്റേറ്റ്മെന്റ് 2. ഇങ്ങനെയാണ് അത് ജസ്റ്റ് പറയാം. അത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു കോംപ്ലിമെന്റ് എങ്ങനെ എടുക്കണമെന്നൊക്കെ. ഇനി കോംപ്ലിമെന്റ് കഴിഞ്ഞു. ഇനി നമുക്കിപ്പോൾ R1 plus R2 കോംപ്ലിമെന്റ് R1 plus R2 ഹോൾ ഡാഷ് എന്താണ്? ഇനി R1 plus R2 ഹോൾ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് പറയാം? R1 ഡാഷ് അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഇതിന് മാറ്റം വരുത്താം. നമ്മൾ ഈ കോംപ്ലിമെന്റ് ഇപ്പോൾ പറയുന്നുണ്ട് R1 plus R2 റെഗുലർ ആണെന്ന് പറഞ്ഞില്ലേ? ഈ R1
റെഗുലർ എന്ന് പറയുന്നതിന് പകരം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ മെത്തേഡ് പറയാം. R1 ആണെന്നുണ്ടെങ്കിൽ കോംപ്ലിമെന്റ് ഓഫ് R1 ആൻഡ് R2 ഈസ് റെഗുലർ. അങ്ങനെ പറയാലോ. അതാണ് സ്റ്റേറ്റ്മെന്റ് 2. റെഡി. അതിനുശേഷം അങ്ങനെയാണെങ്കിൽ കോംപ്ലിമെന്റ് ഓഫ് R1 അല്ല കോംപ്ലിമെന്റ് ഓഫ് R1 പ്ലസ് കോംപ്ലിമെന്റ് ഓഫ്, അതായത് R1 ഡാഷ് പ്ലസ് R2 ഡാഷ് ആണ് പറയുന്നത്. കോംപ്ലിമെന്റ് ഓഫ് R2 ഈസ് റെഗുലർ. കാരണം എന്താ? അതാണ് സ്റ്റേറ്റ്മെന്റ് നമ്മുടെ 1. അങ്ങനെ പറയാം. ശരിയല്ലേ? അങ്ങനെ മാറ്റി പറയാം. അപ്പോഴാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ ആദ്യത്തത് R1ൻ്റെ R2 റെഗുലർ ആണെങ്കിൽ R1ൻ്റെ R2ൻ്റെയും കോംപ്ലിമെന്റുകളും റെഗുലർ ആയിരിക്കും. പിന്നെ അതിൻ്റെ യൂണിയൻ റെഗുലർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ R1 പ്ലസ് R2